Hi guys! ഇന്ന് നിങ്ങൾ എല്ലാവരും തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു കുക്കുംബർ ജെല്ലിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ തമ്പനയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ, നമ്മുടെ ചോളപ്പൊടി, അഗർ അഗർ, ജലാറ്റിൻ, ജാന്തകം, ആലോവേര ജെൽ ഇതൊന്നും തന്നെ ചേർക്കാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുക്കുംബർ ജെല്ലാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് നമ്മൾ കുക്കുംബർ ജെല്ല് യൂസ് ആക്കുന്നത് നമ്മുടെ കൺതടങ്ങളിലെ കറുപ്പ് പോകാനായിട്ടും പഫി ഐസ് നമ്മുടെ കൺതടങ്ങളിലെ വീക്കം കുറയ്ക്കാനായിട്ടും പിന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കുക്കുംബർ ജെല്ല് യൂസ് ആക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം മാർഗം മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റനായി വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ സ്കിന്ന് ഒരു പടിക്ക് അങ്ങ് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അതുപോലത്തെ ഒരാളിനെയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഞാൻ വഴിയെ പറയാം, അതിൽ വേറെ എന്തെല്ലാമാണ് ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ചേർക്കാം എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒട്ടും ഗ്രീസി ആയിട്ടോ ഓയിലായിട്ടോ ഒന്നും ഫീൽ ആവത്തില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നിൽക്കും കേട്ടോ. നമ്മളിതിനകത്ത് കളറോ അല്ലെങ്കിൽ കെമിക്കലോ യാതൊന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജെല്ലിന്റെ കളർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കുക്കുംബർ തന്നെയാണ്. കുക്കുംബർ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു അളവിൽ എടുക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ ചെയ്ത് നമുക്കിത് ഒത്തിരി നാളത്തേക്ക് എടുത്തു വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ചെറിയ രീതിക്ക് അളവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിവിടെ പകുതി കുക്കുംബർ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ആ ഒരു തോലോടുകൂടി തന്നെ മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് കൊണ്ടുവരികയാണ് കേട്ടോ. ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അടിച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു ജ്യൂസാണ് വേണ്ടത്. ആ ഒരു പിശുടും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട കേട്ടോ. അത് നമുക്ക് ഏതെങ്കിലും ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് അരിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ താരം വരാൻ പോകുന്നത്. ആ ആളിനെ കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കുക്കുംബർ ജെല്ല് നല്ല ആ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ പൊട്ടോറ്റോ സ്റ്റാർച്ചാണ്. ഈ ഒരു പൊട്ടോറ്റോ സ്റ്റാർച്ചിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ഐക്കാർട്ടിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലായിട്ട് അതിൻ്റെ വീഡിയോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊട്ടോറ്റോ സ്റ്റാർച്ചാണ് നമ്മൾ ഇതിനകത്തേക്ക് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടോറ്റോ സ്റ്റാർച്ച് നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇത് ഉണങ്ങി സമയം ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പച്ചയായിട്ടുള്ള പൊട്ടോറ്റോ എടുത്തിട്ട് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി അത് ഇതുപോലെ അല്പം നേരം നമ്മൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു സ്റ്റാർച്ച് ഉണ്ടാക്കുക എന്നുള്ളത്. ആ സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്റ്റാർച്ച് നമുക്ക് പച്ചയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ആവാൻ വേണ്ടി സമയമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു പച്ചയായിട്ട് തന്നെ നമുക്ക് ആ ഒരു പൊട്ടോറ്റോ സ്റ്റാർച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കാണിക്കുന്ന ഈ ഒരു കുഞ്ഞു സ്പൂണിനകത്ത് ഒരു സ്പൂണോളം ഞാൻ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് ചേർക്കണ്ട. ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ച് നമ്മുടെ ഈ ഒരു കുക്കുംബർ ജെല്ല് നല്ല കട്ടിയായിട്ട് അങ്ങ് പോകും, അപ്പം പോലെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കട്ടായിട്ട് അതങ്ങ് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതങ്ങ് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് ചൂടാക്കി എടുക്കണം കേട്ടോ. ആരും തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ നല്ല കൈ എടുക്കാതെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി ഈ കാണിക്കുന്ന വിധത്തിൽ വേണം നല്ല കുറുക്കിയെടുക്കാനായിട്ട്. ഒരുപാടിട്ട് കുറുക്കും ചെയ്യരുത് കേട്ടോ. ഒരുപാട് അങ്ങ് കുറുക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഈ ഒരു ജെല്ല് അപ്പം വലുവായി കിട്ടും. അപ്പോൾ നമുക്ക് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇതങ്ങ് കുറുക്കിയെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് കട്ടിയാകാൻ നിൽക്കരുത്. ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, ഈ ഒരു അളവിൽ വേണം അങ്ങ് കുറുക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇടാം. എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിനകത്തേക്ക് അങ്ങ് മാറ്റണം കേട്ടോ. ആ ഒരു ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാത്രത്തിനകത്ത് ചൂട് തട്ടിയിട്ട് നമ്മുടെ ഈ ഒരു കൂട്ട് വീണ്ടും കട്ടിയായി പോകും. അപ്പോൾ നമ്മളിതോടെ പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്പം നേരത്തേക്ക് അങ്ങ് നമുക്ക് ഇതങ്ങ് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. നന്നായി തണുത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ഗ്ലിസറിനാണ് ചേർത്തെടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കേട്ടോ. അതും കുഞ്ഞു സ്പൂണിലാണ് എടുക്കുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലിൽ ചേർക്കുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ്. ഓയിൽ സ്കിന്നുകാരാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഗ്ലിസറിൻ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഗ്ലിസറിൻ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. മിക്സ് ചെയ്ത് നമുക്കിത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നമുക്കിത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വരെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് ദാ ഇത്രേ ഉള്ളൂ, നമ്മുടെ കുക്കുംബർ ജെല്ല് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് കെമിക്കൽസോ കളേഴ്സോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കുക്കുംബർ ജെല്ല് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് എപ്പോഴാണോ ഫ്രീ ആയിരിക്കുന്നത് അന്നേരം അങ്ങ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്ലൈ ചെയ്ത് കഴുകണമെന്ന് യാതൊരു നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം കഴുകിയെടുത്താൽ മതി കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങളിത് 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ആലോവേര ജെല്ലും തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.